ഹായ് വ്യൂവേഴ്സ്. അപ്പം ഞാൻ ഒരു പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കും എല്ലാം ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന്. അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ചവറ കൊറ്റൻകുളങ്ങരയാണ്. കൊറ്റൻകുളങ്ങര എല്ലാവർക്കും കേട്ട് കേൾവിയുള്ള ഒരു സ്ഥലമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതായത് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ചമയവിളക്കിനാൽ പ്രസിദ്ധമായ ഒരിടമാണ്. ചമയവിളക്ക് എന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാവുന്നറിയാം. ചമയവിളക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവിക്ക് ഏറ്റവും ഇഷ്ടം പുരുഷന്മാര് നല്ല സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ദിവസമാണ്. ഇവിടുത്തെ ഉത്സവം വരുന്നത് മീനം 1 മുതലാണ്. മീനം 1 മുതൽ 10, 11 ദിവസങ്ങളിലാണ്. 11 ദിവസത്തെ ഉത്സവമാണ്. 11 ദിവസത്തെ ഉത്സവമാണെങ്കിലും ഇവിടെ അതിന് മുന്നേ മീനം 1 തുടങ്ങുന്നതിന് മുമ്പേ ഉത്സവമൊക്കെ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. അപ്പം പ്രധാനമായും ചമയവിളക്ക് നടക്കുന്ന ദിവസം മീനം 10ഉം മീനം 11ഉമാണ്. അത് ഈ വർഷം മാർച്ച് 24, 25 തീയതികളിലാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകെ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓരോരോ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് തന്നെ ഇപ്പം കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് ബുക്കിംഗ് ആയി ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മീനം 10ഉം 11ഉം 2 ദിവസത്തേക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് കസ്റ്റമൈസേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളൊരു പാക്കേജ് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5000 ആണ് ഒരു മിനിമം ബഡ്ജറ്റ് എങ്കിൽ. അതിൽ നമ്മളൊരു സാരി ഇൻക്ലൂഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു മിനിമൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ കൂടെ സാരി വെയർ ചെയ്യാൻ ഒരു ഷേപ്പ് വെയറും കൂടെ ആയിട്ടാണ് നമ്മൾ 5000 റുപ്പീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ട്രഡീഷണൽ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് തന്നെ വേണമെന്ന് ഇപ്പം നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ട്രഡീഷണൽ കോസ്റ്റ്യൂംസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാരി ബ്ലൗസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇനി ദാവണി ആയാലും അങ്ങനെ അങ്ങോട്ട് ട്രഡീഷണൽ വേഷങ്ങൾ എന്ത് തന്നെ ആയാലും അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുള്ളൂ. അപ്പം ദാവണിയുടെ കേസിലൊക്കെ വരുവാണെങ്കിൽ ബഡ്ജറ്റ് നിങ്ങൾ കസ്റ്റമർക്ക് എത്ര രൂപ ബഡ്ജറ്റ് ഉണ്ടെന്നനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 5000 എന്ന് പറയുന്ന ഒരു മിനിമം ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ജുവല്ലറീസ് ഒക്കെ തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആണ്. അത് നമ്മൾ അതിന് സാരിക്ക് മാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ദാവണിക്ക് മാച്ച് ചെയ്യുന്നതായിട്ടുള്ള ജുവൽസ് നമ്മൾ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യും. ഐ മീൻ ഒരു കമ്മല്, പിന്നെ വള, മാല, അങ്ങനെ വേണ്ടുന്ന ജുവൽസ് ഒക്കെ. പിന്നെ വിഗും മറ്റു കാര്യങ്ങളും ഒക്കെ അത് നിങ്ങൾ തന്നെ നോക്കണം. നമ്മൾ കോസ്റ്റ്യൂം ആൻഡ് ഓർണമെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ തരാം. അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് ഇപ്പം ബുക്കിംഗ് ഒക്കെ ആയി. കാരണം 24, 25 ഉത്സവത്തിന് വേണ്ടിയിട്ട് തന്നെ കോസ്റ്റ്യൂമിന്റെ ഏകദേശം ബുക്കിംഗ് ആയി. ഇപ്പോഴും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു കാര്യം തന്നെ എല്ലാവരോടും പറഞ്ഞ് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 5000 ആണ് മിനിമം ബഡ്ജറ്റ്. അതിലൊരു സാരി, ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് വിത്ത് സ്റ്റിച്ചിങ്, പിന്നെ സാരി ഉടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പ് വെയർ, ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സാരി എന്ന് പറയുമ്പോൾ പട്ട് സാരി ആയിരിക്കും. നമ്മൾ ട്രഡീഷണൽ ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നോർമൽ സ്റ്റിച്ച്ഡ് ദാവണി സെറ്റും നമുക്ക് ഒരു 5000 ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതിനകത്ത് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പൊ അതിന്റെ ഒരു റെഫറൻസ് പിക്ചർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ദാവണി ആയിരിക്കും എന്നുള്ള റെഫറൻസ് ഇതിനകത്ത് വെക്കാം. എന്ത് ടൈപ്പ് ഓഫ് സാരി ബ്ലൗസ് ആയിരിക്കും എന്നുള്ളതും ഇതിന്റെ കൂടെ വീഡിയോയിൽ ഞാൻ റെഫറൻസ് പിക്ചർ വെച്ചേക്കാം. അപ്പം ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പോരാത്തവർ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പോകെ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ. ടാറ്റാ.